ശരിക്കും എക്സൈറ്റഡ് ആണോ? ഹാപ്പി ആണോ? വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസാ വ്ളോഗ്സ്. ഗൈസ് ഇത് ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഫ്രണ്ട് ക്യാമറയിൽ എടുത്തേക്കണം. അതിന് ഹസിക്കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കണം. ഞങ്ങള് ഗൈസ് ഇന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് സംഭവം? ഇത് എങ്ങോട്ടാ നോക്കി സംസാരിക്കണം? ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കാം. ഓക്കെ, ഇന്ന് തമ്പനയിൽ കണ്ടുകഴിഞ്ഞപ്പോ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഹസിക്കുട്ടിന് വേണ്ടിട്ട് ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കൊറേ നാളായി കാറിൽ പോകുമ്പോ ഇവനെ പിടിച്ചോണ്ട് പോണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കാർ സീറ്റ്. അതെ, ഒരു മിനിറ്റ്, ഞാനത് ക്യാമറ സ്വിച്ച് ചെയ്യട്ടെ. ഒരു അൺകംഫർട്ടബിൾ ഫീൽ. എനിക്ക് നല്ല സുഖമുണ്ട്. എനിക്കുണ്ട്. നീ അങ്ങോട്ട് നോക്കിയാൽ മതി. ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു. അതായത് നമ്മള് ഞാൻ കൊറേ നാളായിട്ട് വിചാരിക്കുകയാണ് നമുക്ക് ഒരു കാർ സീറ്റർ എന്തായാലും വേണം. കാരണം എപ്പോഴും ഇവനെ പിടിച്ചിരിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കമന്റ്സും കാണാറുണ്ട്. പിന്നെ നമ്മള് അതെ, ഇതാണ് ഗൈസ് കാർ സീറ്റ്. ഇരുന്നാടാ അവിടെ നോക്കട്ടെ. ഓ സെറ്റാണോ? ഓക്കേണോ? കൂളണോ? ചാരിരിക്കട്ടില്ലല്ലേടാവ്. അവനെന്ത് കിട്ടിയാലും ഇങ്ങനെ ഇരിക്കുക. വലിയ രാജാവിന്റെ നമുക്ക് ഹസിക്കൂട നമുക്ക് നമ്മുടെ വണ്ടിയില് ഈ കാറിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് അതെ നമ്മുടെ സ്വിഫ്റ്റ് കുട്ടലില് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ലവ് ലാപ്പിന്റെയാണ് ഓർഡർ ചെയ്തേക്കണം. മറ്റേതും ലവ് ലാപ്പിന്റെ നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് വളരെ സിമ്പിളാണ് ഈ സംഭവം. ഇത്ത കണ്ട ഗ്രൂവില്ലേ? അതന്നെ, ആ ഗ്രൂവിന്റെ ഉള്ളിൽ കൂടെ എടുക്കാം. മേളിലത്തെ ഭാഗം കടത്താം. അതന്നെ. ഓക്കെ, അപ്പൊ ഈ സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന്റെ അടിയിലത്തെ നേരത്തെ കാണിച്ചതാണല്ലേ, അതിന്റെ ഉള്ളിൽ കൂടെയും ഈ സംഭവം അടിഭാഗം കടത്താം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവമായിട്ട് കിട്ടും. എന്നിട്ട് ഇത് രണ്ടും നമ്മളിത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇടാം. രണ്ടെണ്ണം കൂടി ഒരുമിച്ചെടുക്കണം. ആ ഹുക്ക് ഇപ്പുറത്തെ ഈ സംഭവം ഇപ്പുറത്തെ ഒരു വേറൊരു ഗ്രൂവ് ഉണ്ട്. സിമ്പിളായിട്ട് ഈ സാധനം നമ്മുടെ ഹുക്കിനകത്ത് ഇടാം. പരിപാടി സിമ്പിൾ. അതെ, ഇട്ടിട്ട് പിന്നെ നമ്മുടെ സാധനം ഫിക്സ് ചെയ്തു. ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ പരിപാടി. അതെ, ഫിക്സ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇത്ര സാധനം ഇതിലാണ് ഇനി ഹസിക്കുട്ടനെ ഇരുത്തേണ്ടത്. ഇത് രണ്ടാണ് എന്റെ ലോക്ക്. ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. കണ്ടോ? എന്നിട്ട് ഈ ലോക്ക് കണ്ടോ? ഇതിൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചെക്കനാണെങ്കില അവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് സംഭവം സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇരുത്താനായിട്ട് സുഖമാണ്. പിടി ടൈറ്റ് ആണെങ്കിൽ ഇതാ ഈ സംഭവം ഉണ്ടല്ലോ, ഇതുമ്മ വലിച്ചു കഴിഞ്ഞാൽ ഇത് പോലെ ടൈറ്റ് ആയിട്ട് ഇരിക്കണ കാരണമാണ്. ഇത് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ വലിച്ചു കഴിഞ്ഞാൽ ലൂസായിട്ട് കിട്ടും. കണ്ടോ? ഇത് ടൈറ്റ് ആക്കണമെങ്കിൽ ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ടൈറ്റ് ആയി. ഇങ്ങനെ മാത്രല്ല നമുക്ക് ഉണ്ണിനെ വെക്കാൻ പറ്റാം. തിരിച്ചു വെക്കാൻ പറ്റും. തിരിച്ചു വെക്കുമ്പോണ്ടല്ലോ ഇവിടെ ഒരു സാധനം കണ്ടോ നീ ഉള്ളിൽ ആ റെഡ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെ പോകുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം ഉണ്ണിനെ ഈ എടുക്കാനായിട്ട്. ഇവിടെ കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, ഉള്ളിക്കൂടെ കൊണ്ടുവരാ. ഇവിടെ നമ്മുടെ ക്ലിപ്പ് ഇടുന്ന സ്ഥലല്ലേ, സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്ലിപ്പ് അങ്ങോട്ട് ഇടാം. എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ, സാധനത്തിൽ കുറെ ബാക്കി നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഈ ഗ്രൂ ഇല്ലേ, ഇപ്പുറത്തേക്ക് വന്ന സപ്പോർട്ട് കിട്ടി. മേലെ സപ്പോർട്ട് വേണ്ടിട്ട് ഈ ഗ്രൂ ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലേക്ക് ഈ സാധനങ്ങള് സെറ്റ്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ 10 kg വരെയാണ് ഇരുത്താൻ പറ്റുക. മറ്റേ ശരിക്കും നമ്മളെ ഉണ്ടല്ലോ, ശരിക്കുള്ള പൊസിഷൻ ഉണ്ടല്ലോ, അതില് 18 കിലോ വരെ നമുക്ക് താങ്ങാൻ പറ്റും. മതി. പിന്നെ കൊച്ചിന്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതെ, പൊന്തിക്കാനും ഇത് നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റൂട്ടാ. വാഷബിൾ ആണ് സംഭവങ്ങളൊക്കെ. വീട്ടിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള സംഭവം. പിന്നെ ഈ സംഭവത്തിന് EN സേഫ്റ്റി സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതായത് ഈ കാർ സീറ്റർ എന്ന് പറയുന്നത് റൈഡ് പോകാൻ പോവാണ്. ഞാനും എന്റെ കെട്ടിയവനും ഉണ്ണിയും കൂടിട്ട്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെക്ക് ചെയ്താൽ മതി. ഇതെടുക്ക, ഇതിന്റെ ഈ സാധനം ഉണ്ടല്ലോ ക്ലിപ്പ്, ഇത് രണ്ടും എടുക്ക. ഇത് രണ്ടും ജോയിൻ ചെയ്യാ. നമ്മുടെ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പിലിടാം. നമുക്ക് പോവാം. അവിടെ ഇരുന്നോട്ടാ. ഹസിക്കുട്ടാപ്പി വലിയ ആളുടെ പോലെ ഇരുന്ന്
ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിനി ബാക്കി നമ്മൾ അടുത്ത വണ്ടിയിൽ ഇരുന്നിട്ട് കാണാം. പോവാണ് ഗൈസ്. അപ്പൊ ഇനി ഹോർസിക്കുട്ടറെ കൊണ്ടാവും കാഴ്ച കണ്ടിരിക്കണം ഞങ്ങള് പോകുന്നത്. ഓക്കെ അതെ ഗൈസ്, അപ്പൊ അടുത്ത വണ്ടിയിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ. അടച്ചിട്ട് തുറക്കും ഞങ്ങൾ അടുത്ത വണ്ടിയിലായിരിക്കും. പിന്നെ നിങ്ങൾ കാണും. നമ്മളിപ്പോ വണ്ടിയുടെ ഉള്ളിലാണ്, നമ്മള് വണ്ടി ഓടിക്കാണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഇന്ന് ഒരു പുതിയ വണ്ടി എടുക്കുകയാണ് ഗൈസ്. അല്ലെ, ഏതാണ് വണ്ടി, എന്താണ് സംഭവം, എല്ലാ കാര്യങ്ങളും ഓൺ ദി വേല് അല്ലെങ്കിൽ ഷോറൂമിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് ചാലക്കുടിയിൽ നമ്മൾ നമ്മുടെ ഷോറൂം എത്താറായിട്ടുണ്ട്. ഷോറൂം നമ്മൾ വന്നത് തൃശ്ശൂരാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഷോറൂമാണ്. അല്ല, മീൻസ് ഒരുപാട് സ്ഥലം. ഒരു മിനിറ്റ്, ഇതിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല, അതുകൊണ്ടാണ് ഞാൻ ആളെ പറയാൻ സമ്മതിക്കുന്നത്. എന്താ അറിവില്ല? എന്താണ് വണ്ടി, നിനക്ക് ഏത് വണ്ടി എടുക്കാൻ പോണെന്ന് അറിയില്ലേ? അതെനിക്കറിയാം. ഏത് കളറാന്ന് അറിയില്ലേ? അതെനിക്കറിയില്ല. കളറാന്ന് അറിയില്ല? ആ കളറ് പറയണില്ല. പിന്നെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ വേറെ വണ്ടി ഏതാന്ന് എനിക്കറിയാം, വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏതാ ഷോറൂം, ഏതാ മോഡൽ, ആ മോഡൽ, ഈ മോഡൽ, അതൊന്നും എനിക്ക് അറിയില്ല. ഏതാ ഷോറൂം എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലയിലും പച്ച വണ്ടി, മഞ്ഞ വണ്ടി, വെള്ള വണ്ടി, കറുപ്പ് വണ്ടി, അങ്ങനെ പറയാറിയാം. അല്ലാണ്ട് ഇന്ന വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. എന്താണ് സംഭവം, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഷോറൂം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോറൂം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ ആൾക്കാരുകൾക്ക് മനസ്സിലാവായിരിക്കും. കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ നാട്ടിൽ, കുറച്ച് നാളുകളല്ല കേട്ടോ, എനിക്ക് തോന്നുന്നത് ഒരു 3-4 വർഷമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു പുതിയൊരു കമ്പനിയുടെ കാറാണ്. അത് ഇത്ര നാള് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏതാണ് കാറ് എന്നുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് കമന്റ് ചെയ്യുക, കമന്റ് ചെയ്തോളൂ. അതെ, നമുക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ലാത്തോണ്ട് ഞാൻ വേറെ കൂടെ അറിയാം. നമ്മുടെ ഷോറൂം വന്നിട്ട് കുട്ടല്ലൂരാണ്. കുട്ടല്ലൂര് മരത്താകരില്ലേ? തൃശ്ശൂര്. അപ്പൊ ഗൈസ്, ബാക്കിയുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം എന്താണ് നമ്മള് ഉദ്ദേശിക്കുന്നത്. അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് ന്യൂ കാറ് ലൈഫില് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അതായത് ഇപ്പൊ ഞാനിപ്പോ എന്റെ കാറ് മേടിച്ചേർന്ന ടൈമില് നമ്മള് പഴയ സെക്കൻഡ് ഹാൻഡ് കാറാണല്ലോ മേടിച്ചത്. നമ്മൾ മേടിച്ചപ്പോ സെക്കൻഡ് ഹാൻഡ് കാറാണ് മേടിച്ചത്, യൂസ്ഡ് കാറാണ് മേടിച്ചത്. ഷോറൂമിൽ നമ്മൾ പുതിയ കാറ് മേടിച്ചിട്ടില്ല. പുതിയ കാറ് മേടിക്കുമ്പോഴാണ് നമുക്ക് മറ്റേ ഇങ്ങനെ കർട്ടനൊക്കെ ഇങ്ങനെ പൊന്തിച്ച് വലിയൊരു കീട മറ്റു സാധനം തരും. പക്ഷെ കീ ചെറുതായിരിക്കും നമുക്ക് കിട്ടാം. അതുപോലെ തന്നെ അതിന്റെ കേക്ക്, ചിലപ്പോ കേക്ക് കട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിയ ആസ് യൂഷ്വൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ പഴയ കാറിൽ മേടിച്ചായിരുന്നു നമുക്ക് ആരും കേക്ക് കട്ട് ചെയ്യാൻ ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. നമ്മൾ യൂട്ടേൺ എടുക്കണം ഗൈസ്. ഫ്രണ്ടിൽ നിന്നൊരു ബെൻസ് ഉണ്ട്, നമുക്ക് എടുക്കണ്ടേ ബെൻസ്? പതുക്കെ എടുത്താ മതി ഗൈസ്. ഈ വഴി പോയാ എന്റെ അമ്മേന്റെ വീടെത്താം. ആ വഴി പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റും, ചാലക്കുടിക്ക് പോകാൻ പറ്റും. നമ്മുടെ ഷോറൂം നമ്മുടെ ഷോറൂമിൽ എത്തി. ഇവിടെ കുറെ വണ്ടികൾ, അത് മാറ്റ് ബ്ലാക്ക് ആണെന്ന് എനിക്കറിയാം. നമ്മള് ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി അവിടെ ചുമപ്പ കളറിട്ട് മൂടിയിട്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ കുറെ കാറുകൾ കാണുന്നുണ്ട്. ഇതിനകത്ത് ഏതാണ് കാർ എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യുക. ഇത് കാറും ഇതൊക്കെ കാറുകളല്ലേ. നമ്മുടെ കാർ ദേ കിടക്കണ് ചുമപ്പ കളറിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചാൽ മതി, രണ്ടുപേര് ഫ്ലൈം പിടിച്ചാൽ മതി. തമ്പുനയിലാണോ ഗൈസ്? നമ്മുടെ കാറ് ദേ ഇവിടെ കിടക്കണ്. ചുവന്ന കാറല്ല, ഇതിന്റെ ഉള്ളിൽ കാറിന്റെ കളർ ഞാനിവിടെ കാണിച്ചു തരാം ഗൈസ്. വെള്ള കാറാണ് അല്ലെ? ഏതാ കാറെന്ന് നിനക്ക് ഇപ്പോഴും ഐഡിയ ഇല്ലല്ലോ. വെള്ള കളർ നിനക്ക് അറിയണ്ടായില്ല അല്ലേ? അശ്ശടാ, ഏതാ മോഡലാന്ന് അറിഞ്ഞൂടെ? കിയയുടെ ഏത് മോഡൽ എന്ന് അറിയോ? അറിയുന്നുണ്ടെങ്കിൽ പറയണ്ട. നിനക്കറിയോ? നിനക്ക് ഗൈസ്, നമ്മൾ ശരിക്കും പറഞ്ഞതിൽ വണ്ടി എടുക്കാനായിട്ട് നമുക്ക് ചുറ്റിനും കുറെ ആൾക്കാരുകളുണ്ട്. പക്ഷെ അവർക്ക് വീഡിയോയുടെ ഉള്ളിലേക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മാത്രം നമ്മുടെ വീഡിയോയുടെ ഉള്ളിൽ നിൽക്കുന്നത്. നമ്മുടെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സർപ്രൈസ് ഉണ്ടെന്ന് പിന്നെ പറയാം. എന്തൊരു സർപ്രൈസ്? അതങ്ങനെ പറയല്ലേ. നമുക്ക് മുറിക്കാനുള്ള കേക്കാണോ അത്? പൊന്നുസാ, കേക്കൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വാ. ആരാ മുറിക്കണ്ടേ? നിനക്ക് എന്നിട്ട് വെള്ളം പോരാ, ജ്യൂസ് വേണോ നിനക്ക്? എന്തിനാ? അതുകൊണ്ടാണോ ജ്യൂസ് വേണോ? കോഫി വേണോ? എക്സൈറ്റഡ് ആണോ നീ? എന്തിനാ? പൊന്തിക്കാനാ? അതിന് വേണ്ടിയാണ് എക്സൈറ്റഡ്. അതുകൊണ്ട് നിനക്ക് കാണാൻ പറ്റില്ലല്ലോ. നീ പൊന്തിക്കാണെങ്കിൽ നിനക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണോ? ശരി.
എന്നിട്ട് ഈ വണ്ടി ഇത്രയും വലിപ്പുണ്ടെന്നാ? ഇത്രയും വലിപ്പുണ്ടാവും. നീ ശരിക്കും ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടില്ലല്ലോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല. വീഡിയോയിലുള്ള നീ കണ്ടിട്ടുള്ളൂ. ഞാൻ കുറെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും രണ്ടുപേരും കൂടി ഇങ്ങനെ പൊന്തിക്കണത് അല്ലേ? അങ്ങനെ കണ്ടേക്കണത്. ശരിക്കും എക്സൈറ്റഡ് ആണോ? ഹാപ്പി ആണോ? നമുക്ക് വേണ്ടിട്ടല്ലേലും അല്ല, ഹാപ്പി ആണോ? ശരിക്കും ഹാപ്പി ആണോ? ഇങ്ങനത്തെ ഒരു മൊമെന്റ് നീ എക്സ്പീരിയൻസ് അല്ല, ഇങ്ങനത്തെ ഒരു മൊമെന്റ് നീ എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു? നമുക്ക് വേണ്ടിട്ടല്ലേലും. നിനക്ക് ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കഴിക്കാം. നീ ഇത് ചെയ്യും, സാധനം സെറ്റ് ചെയ്യും. കാർഡ് കാണുന്നല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ അല്ലേ? ഹാപ്പി മോട്ടറിംഗ്. ഫസ്റ്റ് അൺലോക്ക് ചെയ്തത് ഞാനാ. നീ എങ്ങനെയുണ്ട്? വണ്ടിയുടെ ഉള്ള എങ്ങനെയുണ്ട്? ഞാൻ ആദ്യമായിട്ടാ കയറണ വണ്ടി. ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ കേറിയിട്ടില്ല ഇതുവരെ. ഇതിന്റെ സീറ്റ് വൈറ്റ് കളറല്ലേ? എടാ ഇതിന്റെ സീറ്റ് വൈറ്റ് കളർ മാറ്റോ? വൈറ്റ് ആണ് സീറ്റ്. അവിടെ നോക്കണേ. എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് പുതിയ വണ്ടി കാണണേ? ഞാൻ ഇതുവരെ പുതിയ വണ്ടികളൊന്നും കണ്ടിട്ടില്ലടോ. ഈ സാധനം കണ്ട നീ? അടിപൊളിയാണത്. പ്രശ്നമില്ല, പോലീസുകാര് പ്രശ്നം ഉണ്ടാവില്ല, എംഇഡിക്കൊക്കെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. നിനക്ക് സന്തോഷമായ? പൊന്നൂസിന് കാറ് വലിയ പ്രസക്തി ഒന്നുമില്ല. അവർക്ക് ഇങ്ങനെ വരാ, ഇങ്ങനെ സാധനം പൊന്തിക്ക, വലിയ കാറ് വേണമെന്നില്ല. എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ സാധനം പൊന്തിച്ച്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് ഞാനും പറഞ്ഞേ ഞാനിവിടെ പറഞ്ഞ് സെറ്റാക്കാം. ഇനി അടുത്ത കേക്ക് കുറിക്കണ ദിവസം എന്നെ വിളിക്കാം. അടുത്തിട്ടേക്ക് വരാത്. ഇതാണ് നമ്മുടെ കാറ്. നമ്മളുടെ നമ്മളല്ലാത്ത, അതായത് ഞങ്ങളല്ലാത്ത വണ്ടി. നീ എങ്ങടെ പേടിക്കണം? നിന്റെ എടുക്കട്ടില്ല, അവൻ പേടിച്ചു കൊടുക്കും ഓടണേ. അതായത് നമ്മുടെ കൂടെയുള്ള ആർക്കും നമ്മുടെ വീഡിയോയിൽ വരാനായിട്ട് താല്പര്യമില്ല. പ്രശസ്തി അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അർഹിക്കുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാന്ന്. അപ്പൊ നമ്മളുടെ വണ്ടി നമ്മള് ഡെലിവറി എടുത്തേക്കാണ്. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാല് നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടി വീഡിയോയില് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നിൽക്കുന്നു. അത്രയ്ക്കേ ഉള്ളൂ. വണ്ടി എടുത്തേക്കണത് ഇതാണ് കിയയുടെ. ഓ നീ വന്നപ്പോ നോക്കിയല്ലടി. സെക്കൻഡ് ഓപ്ഷനാ? അങ്ങനെ വേരിയന്റ്. ഓക്കെ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി നേരിട്ട് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടിയുടെ ഉള്ളിൽ കാണുന്നത്. ഞാൻ ഉള്ളിൽ കണ്ടിട്ടില്ല, ഇന്നാണ് കാണുന്നത്. ഞാൻ കേറിയിരുന്നിട്ടില്ല. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഓടിച്ചു നോക്കണ്ട. എന്താ ഓട്ടോമാറ്റിക് ഓടിക്കുള്ളൂ? ഓട്ടോമാറ്റിക് ഓടിക്കും. അപ്പൊ ഇതാണ് നമ്മളെ വണ്ടി. വണ്ടി അടിപൊളിയാണ് കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. നിനക്ക് രസമുള്ളതായിട്ട് തോന്നിയില്ല? സൺറൂഫ് ഉണ്ട് മെയിൻ ആയിട്ട് അല്ലേ? നമുക്ക് ഇങ്ങനത്തെ വണ്ടി മേടിച്ചാലോ? കേക്ക് കുറിച്ചാൽ മതി. ഇങ്ങനത്തെ വണ്ടി മേടിക്കണോ? കേക്ക് മതി. കേക്ക് വണ്ടി വേണ്ട. കിട്ടും കിട്ടും കിട്ടും. സീറ്റ് അങ്ങനെ ഇരിക്കണ സാധനം എങ്ങനെയുണ്ട്? വണ്ടി എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? പുതിയ വണ്ടിയല്ല, എന്ത് കുഴപ്പമില്ല. നിനക്ക് പൊളിച്ചോളഞ്ഞാലോ? മറ്റേ സാധനം ഉണ്ടോ? ഇതെവിടെ ഉണ്ടല്ലോ? ആ അവിടെ വണ്ടി ഓണാക്കി. അതെ ഇത് ഇതാവോ നോക്കാനായിട്ട് സൺറൂഫ് വേണോന്ന് അറിയാനോ? വേണ്ട. എന്താ കീലെസ് സെന്ററാണ്, കീ വേണ്ട പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ നമ്മള് വണ്ടിനുള്ളിൽ കയറി സെറ്റായി. വണ്ടി റിവ്യൂ ചെയ്യാനൊന്നും അറിയില്ല, പക്ഷെ എങ്കിൽ കൂടി നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. നല്ല ഇഷ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പുതിയ എടുക്കണ്ടേ? ആരോട്?
അത് ഈ വണ്ടി എങ്ങനെയുണ്ട് നോക്കട്ടെ, എന്നിട്ട് എടുക്കാം. അപ്പൊ കോപ്പറേറ്റ് കിട്ടും. അമ്മ ഞങ്ങളെ വണ്ടി എടുത്തു, വണ്ടി ഇവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ ഇനി എങ്ങോട്ടേക്ക് പോണേ? എങ്ങോട്ട് പോണ്ടേ? എന്ത് തോന്നിയ കാണിക്കുന്നത്? ഇത്ര ലക്ഷം രൂപ കൊടുത്ത് വണ്ടി വെച്ചിട്ട് ഇത്ര ലക്ഷം രൂപ കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് സംഭവം ലോണാണ്. എന്നാലും വണ്ടി സ്റ്റാർട്ടായെന്ന് പറയുന്നത് ഇലക്ട്രിക് വണ്ടി. അറിഞ്ഞില്ല വണ്ടി ഓടിക്കുമ്പോ കേട്ടോ നമുക്ക് ബാക്കിലുള്ള ക്യാമറ എന്തിനാ കണ്ണോണ്ട് കെട്ടൂടെ? എങ്ങോട്ട് കൊണ്ടുവന്നത്? നീ എങ്ങനെ പോണേ? ഇപ്പൊ എന്നാ എന്തിട്ട് കാണ ആൾക്കാര് ഇറങ്ങി ഏത് പ്രാന്തി പെണ്ണാന്ന് വിചാരിക്കും. നീ ഇറങ്ങിയേ ഫുൾ ടാങ്ക് അടിച്ചോ? ഫുൾ ടാങ്ക് ഒന്നും നോക്കണ്ട. പെട്രോൾ ഇട്ടോ? അതും കൂട്ടില്ലേ എത്ര? 5042.46 അതും കൂട്ടുന്നു. 5000 പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 46 പൈസ 47.53 ലിറ്റർ. അങ്ങനെ നമ്മള് നമ്മുടെ പഴയ വണ്ടിക്ക് എത്തി അല്ലേ? നമ്മള് നേരെ കിയേന്ന് നമ്മുടെ ഇന്നോവയിലേക്ക് വന്നു. എന്നിട്ട് നമ്മള് നേരെ നമ്മുടെ വീട്ടിൽ പോവാണ്. നമ്മുടെ ഉണ്ണീനെ അവിടെ ആക്കിയേക്കാണ്. നമ്മളിപ്പോ ഏകദേശം അവിടെ നിന്ന് പോകുന്ന വീഡിയോയില് അല്ല നമ്മുടെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ വണ്ടി അല്ല ഇത് ശരിക്കും പറഞ്ഞപ്പോ മേടിച്ച വണ്ടി. നമുക്ക് നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. സൺറൂഫായാലും വണ്ടി നല്ല സ്മൂത്ത് ആണ്. സ്റ്റീറിംഗ് ഒക്കെ നല്ല രസമുണ്ട്. സംഭവം ഒരു 18 ലക്ഷം 20 ലക്ഷത്തിനുള്ള വണ്ടിയുടെ വിലയുണ്ട്. അപ്പൊ വണ്ടിക്കാനുള്ള ഇത് കാണിക്കണം. 18 ലക്ഷം അല്ലേ പറഞ്ഞേ? 18 ലക്ഷം. അപ്പൊ വിലക്കുള്ള ഇത് ഫീച്ചേഴ്സ് അതിനകത്ത് വരണല്ലോ. ഡെഫിനറ്റ്ലി അത്രയ്ക്കേ ഉള്ളൂ. എന്തായാലും സംഭവം കൊള്ളാം, നല്ല വണ്ടിയാ. ഇരിക്കാനും നമുക്ക് ഏതെങ്കിലും ഒക്കെ കാലത്ത് അങ്ങനെ എടുക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ വലിയ വണ്ടി അത് മാത്രം വേണ്ടോ. അല്ലാണ്ട് വണ്ടി ഇത്ര വലുത് വിലയായിട്ട് നിൽക്കണമെന്നില്ല. നമുക്ക് കേക്ക് മുറിക്കണം, മറ്റേ സാധനം പൊക്കണം. നമ്മുടെ സ്വിഫ്റ്റ് മതി. നമുക്ക് അത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല, ഒരു കുഞ്ഞു വണ്ടി ആയാലും മതി. പക്ഷെ ഈ സാധനങ്ങളൊക്കെ അവിടെ വേണമെന്ന് മാത്രം. കേക്ക് മുറിക്കണം, ആ സാധനം പൊക്കണം. അതെ, ഞാനിന്ന് ഞങ്ങൾ അതാണ് പൊന്തിക്കാൻ വേണ്ടിട്ട് അല്ല ആദ്യം പൊന്തിക്കാൻ തമ്പനയിൽ എടുക്കാൻ വേണ്ടിട്ട് അതിന് നമ്മൾ നിങ്ങൾ തമ്പനയില്ലാത്ത ആ ഫോട്ടോ കണ്ടത്. പിന്നെ അത് പൊന്തിച്ചൊന്നുമില്ല. പിന്നെ അവർക്കാണെങ്കിലും അങ്ങനെ ഷോറൂമിലുള്ള ആൾക്കാർക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ ഡെലിവറികൾ ഉണ്ടായിരുന്നു. നമ്മള് വൈകുന്നേരം അങ്ങനെ പിടിച്ചു നിർത്തി അത് കിടക്കുന്നു പറഞ്ഞാൽ അവർക്ക് ഇഷ്ടക്കേടാവല്ലോ. അപ്പൊ അതിന്റെ നമ്മുടെ വണ്ടി ഡെലിവറി ആയതിന്റെ പിന്നാലെ അടുത്ത വണ്ടി ഗേറ്റ് ക്ലീൻ ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി മറ്റേ സാധനം കിട്ടി എന്നിട്ട് കവറൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി സെറ്റാക്കി നിർത്തണ്ടായിരുന്നു. അപ്പൊ ഗൈസ് അത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ടോട്ടലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഹസിക്കുട്ടനെ കാണണം. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ ഗൈസ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ. ഗുഡ് നൈറ്റ്.